ബട്ടൂര തയ്യാറാക്കാൻ തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ റവയായ കാരണം അത്യാവശ്യം കുറച്ച് വെള്ളം വേണ്ടി വരും. ഇതിപ്പോൾ റോസ്റ്റഡ് റവയല്ല, റോസ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. റവ ചേർത്തും നമുക്ക് ബട്ടൂര തയ്യാറാക്കിയെടുക്കാം, റവ ചേർക്കാതെയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. റവ ചേർക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വരും, അതായത് നന്നായിട്ട് പൊങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ കുറച്ച് സമയം നിൽക്കും റവ ചേർത്ത് കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താന്നു പോകും. റവ ചേർക്കുമ്പോൾ കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിരിക്കും ബട്ടൂരയ്ക്ക്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു സോഫ്റ്റ് ടെക്സ്ചറായിരിക്കും. അതാ വ്യത്യാസം. ഇതൊന്ന് കുതിർന്ന് വരട്ടെ. 1 മിനിറ്റ് ഇത് ഇതുപോലെ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ. പഞ്ചസാര പൊടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, അതായത് സോഡാപ്പൊടി കേട്ടോ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് 4 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള തൈര് തന്നെ ഉപയോഗിക്കാം. ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ ഒന്നും അളവ് കൂടരുത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് തൈരും എണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിരിക്കണ കാരണം വെള്ളം ഒരുപാട് അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആവശ്യത്തിന് വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ബട്ടൂര നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ബട്ടൂര കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. നമ്മൾ കുതിർത്തിയെടുത്ത റവ ഉണ്ടല്ലോ, അത് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, അതിൻ്റെ കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള ഡോ ആയിട്ട് വേണം ഇതിരിക്കാൻ. അതിനുശേഷം പിന്നെ കുഴച്ചാണ് ഇത് നമ്മൾ കുറച്ച് കട്ടിയാക്കി എടുക്കാം. ഇപ്പോൾ റവ വെള്ളമൊക്കെ വലിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും ഇത്. കുറച്ച് സമയം നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് കൈമയൊക്കെ ഒട്ടണൊരു ഡോ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ഇതുപോലെ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുക്കും തോറും ഇപ്പോൾ കണ്ടില്ലേ കൈമ ഒട്ടി പിടിക്കണമെന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ തടവിയതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇത് കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കണം കേട്ടോ. അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പോവും. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കേണ്ടി വരും കേട്ടോ. ഇത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. ബട്ടൂര തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു മൈദയുടെ മാവുണ്ടല്ലോ, ഇത് ഫെർമെൻ്റ് ആയിട്ട് വരണം, അപ്പോഴാണ് ബട്ടൂര നന്നാവുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. പൂരി ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി വലിപ്പത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ചപ്പാത്തിയുടെ അത്ര വലിപ്പമില്ല, അതിനേക്കാളും കുറച്ചും കൂടി ചെറുത്. ആ ഒരു രീതിയിൽ ഒരുപാട് തിക്കാവരുത്, അതുപോലെ ഒരുപാട് തിന്നാവരുത്. ഞാൻ ഇത്രയ്ക്ക് സൈസിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും നമ്മൾ ബട്ടൂര തയ്യാറാക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരിക.
കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് എണ്ണ ഉപയോഗിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പരത്തിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. മൈദ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുക, ഒരുപാട് മൈദ ഉപയോഗിക്കരുത് കേട്ടോ. ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ റൗണ്ടിൽ തന്നെയാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. പരത്തിയെടുക്കുമ്പോൾ എല്ലാവരുടെയും ഒരേ തിക്നെസ്സോട് കൂടി പരത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ബട്ടൂര കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. കറക്റ്റായിട്ട് വേർത്ത് വരും. ഇപ്പം ഇത് കണ്ടില്ലേ, ഞാൻ ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇതിന് മാറ്റി വയ്ക്കാം. അടുത്തത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇത് മൈദയായ കാരണം പരത്തിയെടുക്കുന്ന സമയത്ത് ചുരുങ്ങി വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പരത്തിയെടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഒരു 5-6 പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഫ്രൈ ചെയ്ത് തുടങ്ങാം. പിന്നെ വലിയ ബട്ടൂര വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസ് ബൗൾ എടുത്താൽ മതി. അപ്പോൾ വലിയ ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ വലിയ ഷീറ്റായിട്ട് പരത്തിയെടുത്തിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടൂര തയ്യാറാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിന് അത്യാവശ്യം എണ്ണ വേണം കേട്ടോ. എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ബട്ടൂര തയ്യാറാക്കി എടുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂട് തന്നെ വേണം കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. എണ്ണ കറക്റ്റ് ചൂടായെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ കുഴച്ച് വെച്ച മൈദയുടെ ഒരു മാവുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ പൊങ്ങി വന്നെന്നുണ്ടെങ്കിൽ എണ്ണ കറക്റ്റായിട്ട് ചൂടായെന്ന് അർത്ഥം. ഇപ്പം എണ്ണ കറക്റ്റായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആദ്യം പരത്തി വെച്ച ബട്ടൂര ഇതുപോലെ പതുക്കനെ ഇട്ട് കൊടുക്കാം കേട്ടോ. കൈയൊന്നും പൊള്ളിക്കാത്ത ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിലും പൊങ്ങി വരും. കണ്ടില്ലേ, ശരിക്കും ബലൂൺ പോലെ നല്ല കറക്റ്റായിട്ട് തന്നെ വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കുഴച്ചെടുത്തതൊക്കെ കറക്റ്റായിട്ട് വന്നുണ്ടെങ്കിൽ ഇതുപോലെ വീർത്ത് വരും കേട്ടോ. ഇനി കുറച്ച് സമയം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാടും കൂടി ഡാർക്ക് ഷെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ബട്ടൂരയൊന്നും. ഈ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് തന്നെ മതി. ഇത് മതി. നമുക്കിനി കോരി മാറ്റാം. ഇത് കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബട്ടൂരിയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എണ്ണയുടെ ചൂട് ശ്രദ്ധിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. കറക്റ്റായിട്ട് വീർത്ത് വരുന്നുണ്ട്. വീർത്ത് വന്നാൽ അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് സമയത്തിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ ഒരുപാട് സമയമായി കഴിഞ്ഞാൽ അടിഭാഗമൊക്കെ കരിയാനൊക്കെ സാധ്യതയുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇത് മതി. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടത്. ബാക്കി നമ്മൾ പരത്തി വെച്ച ബട്ടൂരിയും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ മുങ്ങിക്കെടുക്കണത്, അപ്പോഴാണ് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ മുങ്ങിക്കെടുക്കണില്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കാണാൻ തന്നെ എന്താ ലുക്കില്ലേ. ഇത് നമുക്ക് കോരി മാറ്റാം.
ബാക്കിയുള്ള ബട്ടൂരും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല കിടുവായിട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ ബട്ടൂര നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ, നല്ല അടിപൊളി ടെക്സ്ചറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് ചോലയാണ്, ചന മസാല, വെള്ളക്കടലയുടെ മസാലയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചന മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം വെള്ളക്കടല 8-9 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് 4 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മളിത് എന്തായാലും പേസ്റ്റ് ആക്കണതാണ്. ഇനി ഇതിലേക്ക് 10-12 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മളുടെ ജിഞ്ചർ ഗാർലിക് ഒണിയൻ പേസ്റ്റ് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യാണ്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ ജിഞ്ചർ ഗാർലിക് ഒണിയൻ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി സെയിം ജാറിലേക്ക് തന്നെ നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും നമുക്ക് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഒണിയൻ പേസ്റ്റും ടൊമാറ്റോ പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പ്രഷർ കുക്കർ എടുക്കാം. പ്രഷർ കുക്കറിലേക്ക് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ഒണിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ചന മസാല തയ്യാറാക്കുമ്പോൾ കുറച്ച് അധികം ഓയിൽ ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് ഈ ഓണിയൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് സൺഫ്ലവർ ഓയിലായിരുന്നു. ഇനി നമുക്കിത് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും ഇതിന്. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യുമിൻ പൗഡർ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. നന്നായിട്ട് വഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ആംചൂർ പൗഡറാണ്. ഇത് മാങ്ങ ഉണക്കി പൊടിച്ചതാണ്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റിന് പകരം ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെ 1 മിനിറ്റ് ഒന്ന് അടച്ചിട്ട് കുക്ക് ചെയ്ത്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ട് ഇത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിരിക്കണം 250 ഗ്രാം കടല ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വേവിച്ച് കടലയല്ല ചേർക്കണത്, സോക്ക് ചെയ്ത് വെച്ച് കടലയാണ്. ഈ കടല ഞാൻ മസാലയിൽ ഇട്ടതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിനി ഇതിലേക്ക് ആഡ് ചെയ്യണത് 1.5 കപ്പ് ചൂടുവെള്ളമാണ്. ഇതിന്റെ ഗ്രേവി കണ്ടില്ലേ, ഇപ്പൊ തന്നെ അത്യാവശ്യം തിക്കാണ്. ഇനി ഇത് കുക്കായിട്ട് വരുമ്പോൾ ഒന്നും കൂടി ഗ്രേവി തിക്കായിട്ട് വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. മൊത്തം ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 5-6 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. 5 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഇത് 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പ്രഷറെല്ലാം മുഴുവൻ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കാണ്. ഇത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി നല്ല തിക്കായി മാറും. കണ്ടില്ലേ, കടല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിനി ചനയൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എല്ലാ പീസസും അല്ല, കുറച്ച് ഭാഗം മാത്രം. ഇങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കസൂരി മേത്തി ഇതുപോലെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പകുതി നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഓൾറെഡി അംചൂർ പൗഡർ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബട്ടൂരയുടെ കൂടിയും പൂരിയുടെ കൂടിയും നാൻ്റെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും എന്തിന് ചോറിൻ്റെ കൂടെ വരെ നല്ല കോമ്പിനേഷനാണ്. വളരെ ഈസി അല്ലേ ഈ ചന മസാല തയ്യാറാക്കാൻ? ബാച്ചിലേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്. ഈ ചന മസാലയ്ക്ക് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ചന മസാലയുടെ ടേസ്റ്റ് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് പ്രഷർ കുക്കറിൽ നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയൊരു കറിയാണ്. അപ്പം നമ്മുടെ ചന മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ.